കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ 2020 സെൻസർ റേഡിയേറ്റർ BS6 മോഡൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ കാഞ്ഞങ്ങാട് പുതിയകോട്ടയിലെ MN സ്മാരക മന്ദിരത്തിൽ യോഗം ചേർന്നു. ഗുഡ്സ് ഓട്ടോറിക്ഷകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് യോഗം ചേർന്നത്. ഇരു ജില്ലകളിലും നിന്നെത്തിയ നിരവധി തൊഴിലാളികൾ 2020 സെൻസർ റേഡിയേറ്റർ BS6 മോഡൽ വാഹനവുമായി ബന്ധപ്പെട്ട് അവർ അനുഭവിക്കുന്ന തിക്താനുഭവങ്ങൾ യോഗത്തിൽ പങ്കുവയ്ക്കുകയും ഡീലർമാർ തുടർന്നു പോകുന്ന നിഷേധാത്മക സമീപനത്തെക്കുറിച്ചുള്ള അവരുടെ അനുഭവങ്ങൾ വിവരിക്കുകയും ചെയ്തു. അങ്ങനെ നിരന്തര പ്രശ്നങ്ങളാണ്. ഈ വണ്ടി സർവീസ് ചെയ്യാൻ പറ്റില്ല, വെള്ളം കൊണ്ടാൽ അത് പ്രശ്നം. അങ്ങനെ പലതരത്തിലുള്ള വിഷമം അനുഭവിക്കുന്നവരാണെന്ന് നമുക്ക് മനസ്സിലാവുകയും അത് ആരോട് പറയാത്തോടെ അറിയായി ഓരോ കാലത്ത് അവർ അനുഭവിച്ച വിഷമം. ഇപ്പോഴത് പല ഇപ്പോൾ വിനോദം ഈ കാര്യം ഏറ്റെടുത്തതിന് ശേഷം കുറച്ച് വണ്ടികൾ നമ്മൾ ഇന്ത്യയിലെ കാര്യങ്ങളെല്ലാം അവർ പഠിക്കാൻ ചെയ്യാതെ കുറേ കാര്യങ്ങൾ മനസ്സിലായി. പിന്നീട് നോക്കുമ്പോൾ ഇതിൻ്റെ പാർട്സ് കിട്ടാത്ത വിഷയമുണ്ട്. കിട്ടാത്ത മാത്രമല്ല ഒരുപാട് പൈസ പൊതുവെ നമ്മുടെ വണ്ടിക്കാരെ നമുക്കറിയാം. നമ്മുടെ വണ്ടിക്ക് പോയി വന്നാൽ ഇപ്പോൾ പണിയെടുത്തൊരു മാസം ഒന്നും ചില ബാക്കിയാത്ത കഴിഞ്ഞാൽ മതി വരും. നമ്മൾ എന്തായാലും വിചാരിച്ചു അവസാനം ഇൻഷുറൻസ് അടക്കാൻ വെഹിക്കിൾ എടുക്കാനുള്ള അവസ്ഥ മഴ ആവും. 2020 സെൻസർ റേഡിയേറ്റർ BS6 മോഡൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നിരന്തരം അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ആവശ്യങ്ങളും ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിരുത്തരവാദിത്വ സമീപനം തുടരുകയാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനും യോഗം തീരുമാനിച്ചു. ഹുസൈൻ KK സ്വാഗതം പറഞ്ഞ യോഗത്തിൽ രാജേന്ദ്രൻ പയ്യന്നൂർ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. വിവിധ യൂണിയൻ പ്രതിനിധികളായി ഉണ്ണി നായർ, കുഞ്ഞിരാമൻ, ബാലൻ എന്നിവരും സുരേഷ് കുമാർ, വിനോദ് KV എന്നിവരും സംസാരിച്ചു. ഭാവി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സതീശൻ ഒടയഞ്ചാലിനെ സെക്രട്ടറിയായും, മോഹൻദാസ് പാണത്തൂരിനെ പ്രസിഡന്റായും, സത്താർ ചാളക്കടവിനെ ഖജാൻജിയായും, റഷീദ് ചട്ടഞ്ചാൽ, അനൂപ് പുങ്ങഞ്ചാൽ, ബിജു പിലാത്തറ, ഹുസൈൻ KK പടന്നക്കാട് എന്നിവരടങ്ങുന്ന 7 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.